ഹായ്, ബാക്കുവിലെ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. 2000 വർഷമായി ജനവാസമുള്ള ബാക്കുവിന്റെ പഴയ നഗരത്തിന്റെ കാഴ്ചകൾ കണ്ടതിനു ശേഷം ഞങ്ങൾ കോട്ടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. 15-16 നൂറ്റാണ്ടുകളിൽ വ്യാപാരികൾ താമസിച്ചിരുന്ന മോട്ടലുകളാണിത്. അസർബൈജാനിയിൽ കാരവൻസാര എന്നറിയപ്പെടുന്ന ഈ മോട്ടലുകൾ ദീർഘദൂര യാത്രകളിൽ വ്യാപാരികൾക്ക് പാർപ്പിടവും ഭക്ഷണവും സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്യുന്ന വ്യാപാരപാതകളിൽ സ്ഥിതി ചെയ്യുന്ന സത്രങ്ങളോ വിശ്രമ കേന്ദ്രങ്ങളോ ആയിരുന്നു. ഈ സ്ഥാപനങ്ങൾ സാധാരണയായി താമസിക്കാനുള്ള മുറികൾ, മൃഗങ്ങൾക്കു വേണ്ടിയുള്ള നടുമുറ്റം, ചരക്കുകൾ സൂക്ഷിച്ചു വെക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയൊക്കെയുള്ള വലിയ ഉറപ്പുള്ള കെട്ടിടങ്ങളായിരുന്നു. അസർബൈജാനിലൂടെ കടന്നുപോയിരുന്ന സിൽക്ക് റോഡിൽ കാരവൻസാരകൾ പ്രത്യേകിച്ചും സാധാരണമായിരുന്നു. ഇവയുടെയൊക്കെ ചുറ്റുവട്ടത്തായി ധാരാളം തദ്ദേശീയ കച്ചവടക്കാരെ കാണാൻ സാധിക്കും. ഇവിടം സന്ദർശിക്കാൻ വരുന്ന ആളുകളെ ആകർഷിക്കുന്നതിനായി അസർബൈജാന്റെ പാരമ്പര്യ കലാസൃഷ്ടികളും സുവനീറുകളും വിൽക്കുന്ന ചെറിയ കടകളും തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിച്ച് വരുമാനം നേടുന്ന കലാകാരന്മാരെയും ഇവിടെ കാണാൻ സാധിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇവർക്ക് ഇന്ത്യക്കാരോടുള്ള സ്നേഹവും ബഹുമാനവുമാണ്. രാജ് കപൂർ, അമിതാഭ് ബച്ചൻ തുടങ്ങിയ ബോളിവുഡ് താരങ്ങളെയും അവരുടെ സിനിമകളും പാട്ടുകളും ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾക്കെല്ലാം വളരെ പരിചിതമാണ്. പ്രത്യേകിച്ചും 1960-80കളിൽ സോവിയറ്റ് കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് ഹിന്ദി സിനിമകളും അസർബൈജാനിക്കാരും തമ്മിലുള്ള ബന്ധം. കോട്ടമതിൽ കടന്ന് നിസാമി സ്ട്രീറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ബാക്കുവിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നിസാമി സ്ട്രീറ്റ് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിലൊന്നായ ഊർജ്ജസ്വലവും ആധുനികവുമായ ഒരു കാൽനട സ്ട്രീറ്റാണ്. നഗരമധ്യത്തിലൂടെ ഏകദേശം 3.5 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഇത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഉയർന്നു വന്ന യൂറോപ്യൻ പ്രാദേശിക ശൈലികളാൽ മനോഹരമായ വാസ്തുവിദ്യകളുള്ള ഒരു തിരക്കേറിയ പ്രദേശമാണ്. ഇത് പഴയ നഗരത്തിന്റെ ഭാഗമല്ലെങ്കിലും അതിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ ആധുനികയുമായി ബന്ധിപ്പിക്കുന്നു. പേർഷ്യൻ സാഹിത്യത്തിലെ ഏറ്റവും വലിയ റൊമാൻറ്റിക് ഇതിഹാസ കവിയായി കണക്കാക്കപ്പെടുന്ന 12-ാം നൂറ്റാണ്ടിലെ കവിയായ നിസാമി ഗഞ്ചാവിയുടെ പേരിലുള്ള നാഷണൽ മ്യൂസിയം ഓഫ് അസർബൈജാൻ ലിറ്ററേച്ചറിന്റെ ബിൽഡിംഗാണിത്. അസർബൈജാനി സാഹിത്യ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായി 1939-ൽ സ്ഥാപിതമായ ഇത് അസർബൈജാനി സംസ്കാരത്തിന്റെ ഏറ്റവും സമ്പന്നമായ ശേഖരങ്ങളിൽ ഒന്നാണ്. 1850-ൽ ഒരു നിലയിലുള്ള ഒരു വഴിയമ്പലമായിരുന്ന ചരിത്രപരമായിരുന്ന കെട്ടിടത്തിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് മ്യൂസിയത്തിൽ ഏകദേശം 1,20,000 പ്രദർശനങ്ങളുണ്ട്. രാജ്യത്തിന്റെ സാഹിത്യ പൈതൃകത്തെ ബഹുമാനിക്കുന്ന അസർബൈജാനിലെ പ്രമുഖ കവികളുടെയും എഴുത്തുകാരുടെയും ശില്പങ്ങളാൽ മ്യൂസിയത്തിന്റെ മുൻഭാഗം അലങ്കരിച്ചിരിക്കുന്നു. 2 ചേട്ടന്മാർ വളരെ വാശിയോടെ റോഡരികിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഉത്ഭവിച്ച ഏറ്റവും പഴയ ബോർഡ് ഗെയിമുകളിൽ ഒന്നാണ് ബാക്ക് ഗാമൺ. 24 ത്രികോണ സ്പേസുകളുള്ള ഒരു ബോർഡിന് ചുറ്റും ചെക്കറുകൾ നീക്കുന്ന 2 കളിക്കാരുടെ ഗെയിമാണിത്. ഭാഗ്യവും തന്ത്രവും ഒരുപോലെ വേണം ഇത് ജയിക്കുവാൻ. ചരിത്രപരമായി നിസാമി സ്ട്രീറ്റ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഉണ്ടായ എണ്ണ കുതിച്ചുചാട്ടത്തിന്റെ സമയത്ത് ബാക്കുവിന്റെ നഗരവികസനത്തിന്റെ പ്രതിഫലനമാണ്. നഗരത്തിന്റെ സമ്പന്നമായ വാസ്തുവിദ്യാ പൈതൃകം പ്രദർശിപ്പിക്കുന്ന ബറോക്ക്, നിയോ ക്ലാസിക്കൽ, സോവിയറ്റ് കാലഘട്ടത്തിലെ ഡിസൈനുകൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ശൈലികളിലുള്ള അതിശയകരമായ കെട്ടിടങ്ങൾ ഈ തെരുവിലുണ്ട്. വർഷങ്ങളായി ആഡംബര ബോട്ടിക്കുകൾ, പ്രാദേശിക ഷോപ്പുകൾ, കഫേകൾ, റെസ്റ്റോറന്റുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവ നിറഞ്ഞ തിരക്കേറിയ ഒരു വാണിജ്യ കേന്ദ്രമായി ഇത് പരിണമിച്ചു. നിസാമി സ്ട്രീറ്റിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് കച്ചവട തെരുവ് എന്നർത്ഥമുള്ള ടൊർഗോവയ എന്ന കാൽനട തെരുവാണ്. സജീവമായ അന്തരീക്ഷവും തെരുവ് പ്രകടനങ്ങളും മനോഹരമായി വെളിച്ചമുള്ള ചുറ്റുപാടുകളും നിറഞ്ഞ ഈ സ്ഥലം പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിലും ഉത്സവ സീസണുകളിലും ഒരു സാമൂഹിക സാംസ്കാരിക കേന്ദ്രമായി മാറുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത തെരുവ് ഫർണിച്ചറുകളും അലങ്കാര വിളക്കുകളും നിറഞ്ഞ ഇവിടുത്തെ മൊസൈക്ക് നടപ്പാതകളാണ്. നിസാമി സ്ട്രീറ്റിൽ നിന്ന് ഏകദേശം 10-15 മിനിറ്റ് നടന്നാൽ ബാക്കു ബൊളിവാഡിലെത്താം. നഗരമധ്യത്തിലൂടെ ഊർജ്ജസ്വലമായ നഗര ഭൂപ്രകൃതി ആസ്വദിച്ചുകൊണ്ട് അങ്ങോട്ടുള്ള നടത്തം ഒരു രസകരമായ അനുഭവം തന്നെയാണ്. നിസാമി തെരുവിനെ ബൊളിവാഡുമായി ബന്ധിപ്പിക്കുന്ന സബ്വേ ആണിത്. ഇവിടെയും ചില കലാകാരന്മാർ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നത് കാണാം.
ബാക്കുവിന്റെ ഹൃദയഭാഗത്തുള്ള അസൻഫിറ്റ് സ്ക്വയർ എന്ന ഒരു ആധുനിക റെസിഡൻഷ്യൽ വാണിജ്യ കേന്ദ്രമാണിത്. ഗ്രിഡ് പോലെയുള്ള തെരുവിന്റെ ഡിസൈനും പൊതുജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച വിശാലമായ തുറന്ന സ്ഥലങ്ങളും സോവിയറ്റ് നഗരാസൂത്രണത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഈ പ്രദേശം അടുത്ത കാലത്തെ വികസനമാണെങ്കിലും സോവിയറ്റ് കാലഘട്ടത്തിന്റെ വാസ്തുവിദ്യയുടെ അടയാളങ്ങൾ ചുറ്റും കാണാൻ സാധിക്കും. നിയോ ക്ലാസിക്കൽ ഘടകങ്ങളായ കെട്ടിടങ്ങളുടെ ഗംഭീരമായ മുൻവശവും സിമിട്രി പാലിക്കുന്ന പ്ലാനുമൊക്കെ ഈ കെട്ടിടങ്ങളുടെ സവിശേഷതയാണ്. നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്ന ബാക്കു ബൊളിവാർഡ് ബാക്കുവിന്റെ ഹൃദയഭാഗത്ത് കാസ്പിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒഴിവു സമയങ്ങൾ ആസ്വദിക്കാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്ഥാപിതമായ ഇത് ഇന്ന് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. കാസ്പിയൻ കടലിന്റെയും ബാക്കുവിന്റെ സ്കൈലൈനിന്റെയും അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന സമൃദ്ധമായ പൂന്തോട്ടങ്ങളും ജലധാരകളും സ്മാരകങ്ങളും കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു പ്രൊമനേഡാണിത്. ബാക്കു മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട്, കാർപ്പറ്റ് മ്യൂസിയം എന്നിവയുൾപ്പെടെ പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. തെരുവ് പ്രകടനങ്ങളും കലാപരിപാടികളും സ്ഥിരമായി നടക്കുന്ന ഇവിടെ സന്ദർശകർക്ക് ബോട്ട് സവാരികൾ അല്ലെങ്കിൽ കഫേകൾ തുടങ്ങിയവയും ലഭ്യമാണ്. ഫ്രീഡം സ്ക്വയറിൽ നിന്ന് പടിഞ്ഞാറ് ഓൾഡ് സിറ്റി വരെ കാസ്പിയൻ കടലിന്റെ അരികിലൂടെ ഏകദേശം 7 കിലോമീറ്റർ നീളത്തിലാണ് ഈ പാർക്ക് നീണ്ടുകിടക്കുന്നത്. ഭാവിയിൽ ഇതിന് നീളം 26 കിലോമീറ്ററായി ഉയർത്താനാണ് പദ്ധതി. നഗരവികസന പദ്ധതികളുടെ ഭാഗമായി എണ്ണപ്പാടങ്ങളെ ബന്ധിപ്പിക്കുന്നതിനാണ് ബൊളിവാർഡ് സ്ഥാപിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ഈ അവന്യൂവിന്റെ ഒരു വശത്ത് മാളികകളും മറുവശത്ത് കടൽ തീരവുമായിരുന്നു. ടൺ കണക്കിന് ഫലഭൂയിഷ്ഠമായ മണ്ണ് ഇറക്കുമതി ചെയ്താണ് ഇവിടെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. അന്ന് ഇറാനിൽ നിന്ന് ബാക്കു തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കപ്പലുകളും ഫലഭൂയിഷ്ഠമായ മണ്ണ് കൊണ്ടുവരണമെന്ന് ഉത്തരവുണ്ടായിരുന്നു. ബാക്കു ബൊളിവാർഡിലെ ലിറ്റിൽ വെനീസ് പാർക്കുകളും കഫേകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവയാൽ ആകർഷകമായ ഒരു കൃത്രിമ കനാൽ സമുച്ചയമാണ്. ഇറ്റലിയിലെ വെനീസിലെ പ്രശസ്തമായ കനാലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് 1960-ൽ ബാക്കു ബൊളിവാർഡിനുള്ളിൽ ഒരു പ്രത്യേക പാർക്കായി ഈ ആകർഷണം തുറന്നത്. മനോഹരമായ ജലപാതകളും വെനീഷ്യൻ ശൈലിയിലുള്ള ഗൊണ്ടോളകളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ലിറ്റിൽ വെനീസിന്റെ നിർമ്മാണം കടൽ തീരത്തെ മനോഹരമാക്കുന്നതിനും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും സവിശേഷമായ ഒരു വിനോദ ഇടം നൽകുന്നതിനുമുള്ള ബാക്കുവിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു. വെനീസിന്റെ റൊമാന്റിക് ചാരുത പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് കനാലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗൊണ്ടോള ബോട്ടുകളോട് സാമ്യമുള്ള നിരവധി ചെറിയ ബോട്ടുകൾ ഇവിടെ സവാരിക്ക് ലഭ്യമാണ്. ഇവിടുത്തെ ഈന്തപ്പനകൾ നിറഞ്ഞ പൂന്തോട്ടങ്ങളും അലങ്കരിച്ച പാലങ്ങളും ജലധാരകളും ശില്പങ്ങളും ഇത് പ്രദേശവാസികൾക്കും സന്ദർശകർക്കും ഒരു ജനപ്രിയ സ്ഥലമാക്കി മാറ്റുന്നു. കനാൽ റൈഡുകൾക്ക് പുറമെ ലിറ്റിൽ വെനീസിൽ പ്രാദേശികവും അന്തർദേശീയവുമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന നിരവധി കഫേകളും റെസ്റ്റോറന്റുകളും ഉൾപ്പെടുന്നു. വിശ്രമം, മനോഹരമായ കാഴ്ചകൾ, വിനോദം എന്നിവയുടെ സമന്വയം വാഗ്ദാനം ചെയ്യുന്ന ഈ പ്രദേശം കുടുംബങ്ങൾക്കും ദമ്പതികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ഒരു ജനപ്രിയ സ്ഥലമാണ്. സോവിയറ്റ് കാലഘട്ടത്തിലെ യൂറോപ്യൻ വാസ്തുവിദ്യയോടുള്ള ആകർഷണത്തിന്റെ ഫലമായി ബാക്കുവിൽ പടിഞ്ഞാറൻ യൂറോപ്യൻ സംസ്കാരം കൊണ്ടുവരുന്നതിന്റെ ആദ്യത്തെ വലിയ തോതിലുള്ള ശ്രമങ്ങളിലൊന്നായിരുന്നു ലിറ്റിൽ വെനീസിന്റെ നിർമ്മാണം. കാലക്രമേണ ലിറ്റിൽ വെനീസ് ഒരു ആധുനിക കോസ്മോപൊളിറ്റൻ പ്രദേശമായി പരിണമിച്ചു. പ്രകൃതി സൗന്ദര്യം, ചരിത്രപരമായ സ്വാധീനങ്ങൾ, സമകാലിക സൗകര്യങ്ങൾ എന്നിവയുടെ സംയോജനത്താൽ ബാക്കുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ് ലിറ്റിൽ വെനീസ്. ആദ്യകാല ഏകദൈവ മതങ്ങളിലൊന്നായ സൊറോസ്റ്റിയനിസത്തിന്റെ ജന്മസ്ഥലമായ, ആഗോള എണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രമായ, സമ്പന്നമായ സംസ്കാരവും വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ അസർബൈജാൻ ഇന്നും പൂർണ്ണമായി പര്യവേഷണം ചെയ്യപ്പെടാത്ത ഒരു രാജ്യമാണ്. അസർബൈജാനിന്റെ കൂടുതൽ കാഴ്ചകൾക്കായി കാത്തിരിക്കുക.